ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലത്തേക്കാൾ ഭേദമായ നിലയിൽ ഇന്ന് ശബ്ദം കിട്ടിയതിൽ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു. ചെയ്ത മരുന്നുകളൊക്കെ ഫലവത്തായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നല്ലൊരു തെളിവാണ്. അതുകൊണ്ട് എൻ്റെ പഴയ സ്വരത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ഇനിയും പ്രാർത്ഥിക്കണം. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ കേന്ദ്രീകരിക്കുന്ന ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ മുഴുവൻ വായിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കുന്ന വാക്യങ്ങളാണ് അതെല്ലാം തന്നെ. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ താലന്തുകളുടെ ഉപമയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതായത് ദൂരദേശത്തേക്ക് ഒരു യജമാനൻ യാത്രയാകുന്നു. ആ യജമാനൻ തൻ്റെ 3 ദാസരെ വിളിച്ചിട്ട് ആ 3 പേർക്കും താലന്തുകൾ വിഭാഗിച്ചു കൊടുക്കുന്നതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എല്ലാവർക്കും ഫെമിലിയർ ആയതുകൊണ്ടും സമയം നഷ്ടമാക്കണ്ട എന്നുള്ളതുകൊണ്ടും ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ലതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഒരു പക്ഷേ നല്ലപോലെ നിശ്ചയമുള്ള വാക്യങ്ങളാണ്. 3 ദാസന്മാരെ വിളിച്ചിട്ട് 3 പേർക്കും അദ്ദേഹം താലന്തുകൾ കൊടുക്കുകയും ഒരാളെ വിളിച്ചിട്ട് അയാൾക്ക് 5 താലന്ത് കൊടുത്തു. രണ്ടാമത്തെ ആളെ വിളിച്ചിട്ട് 2 താലന്ത് കൊടുത്തു. 3-ാമത്തെ ദാസനെ വിളിച്ചിട്ട് 1 താലന്ത് കൊടുത്തു. ഈ 3 പേർക്ക് 3 അളവിലാണ് അദ്ദേഹം നൽകിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്ത അളവുകളിൽ താലന്തുകൾ നൽകിയത്? ഒരു പക്ഷേ ഈ യജമാനന് ഈ ദാസരോട് തന്നെ ഒരു പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രിയങ്കരനായിരുന്നവനാണ് 1-ാമത്തവൻ എന്നുള്ളൊരു വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അതിൻ്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, അവരവരുടെ കഴിവിനനുസരിച്ച്. അതാണ് അതിൻ്റെ റീസൺ. താലന്തുകൾ 3 ആളുകൾക്കും 3 അളവിൽ കൊടുത്തതിന് ഒറ്റയൊരു കാരണമേ ഉള്ളൂ, അവരവരുടെ കഴിവിന് അനുസരിച്ചാണ് താലന്തുകൾ കിട്ടുന്നത്. അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് വഹിക്കാൻ കഴിയാവുന്ന ഭാരമേ എൻ്റെ തലയിൽ കർത്താവ് കെട്ടിവെക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്കേ ദൈവം യഥാർത്ഥത്തിൽ എന്നെ വിളിക്കുകയുള്ളൂ. എനിക്ക് ഒക്കാത്തൊരു കാര്യം ചെയ്യാൻ ദൈവം എന്നെ വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ കൈക്കുമ്പിളിൽ എനിക്ക് ഏന്തുവാൻ കഴിയുന്ന താലന്ത് എത്രയാണ്, അല്ലെങ്കിൽ ഏത് ക്വാണ്ടിറ്റി എനർജി എനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് റിസപ്റ്റിവിറ്റി റിഗാർഡിങ് our own ability to receive the energy, the talent, അത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അങ്ങനെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് താലന്ത് കൊടുത്തു. അങ്ങനെയാണ് ഒരാൾക്ക് 5 താലന്തും വേറൊരാൾക്ക് 2 താലന്തും ഒടുവിലത്തെ ആൾക്ക് 1 താലന്ത് കൊടുത്തത്. നമ്മുടെ തന്നെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ജീവിതവും നോക്കിയാൽ ഒരേ അളവിലാണോ എല്ലാവർക്കും താലന്തുകൾ? എനിക്ക് കിട്ടിയിരിക്കുന്ന താലന്തുകളാണോ ഈ വൈദികർക്കുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ താലന്തുകളിൽ വ്യത്യാസമില്ലേ? അപ്പോൾ താലന്തുകൾ എല്ലാവർക്കും ഒരുപോലെ നൽകുകയില്ല. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അവൻ അത്രയും കിട്ടിയല്ലോ, അവനെ കൊണ്ട് അത്രയും സാധിച്ചല്ലോ, എന്താ എന്നെ നീ സഹായിക്കാഞ്ഞത് എന്നൊരു ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ അർത്ഥമില്ല. മറിച്ച് എത്ര കിട്ടി എന്നതല്ല, കിട്ടിയതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ദൈവം കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഉപമയുടെ സാരമെന്നാണ് എൻ്റെ ധാരണ. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുടെയും മനസ്സിലൂടി വരേണ്ട, അല്ലെങ്കിൽ നമ്മൾ അടിവരയിട്ട് കുറിച്ചിടേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, ഈ താലന്തുകൾ എന്ന് കേട്ടാൽ നമ്മുടെ എല്ലാം ധാരണ എന്താണ്? ഭൗതിക സുഖങ്ങൾ, ഫിസിക്കൽ ബെനിഫിറ്റ്സ്, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്,
ഇതാണ് നമ്മുടെ എല്ലാവരുടെയും, മെത്രാച്ചന്മാരുടെയും അച്ഛന്മാരുടെയും സാധാരണക്കാരുടെയും ഒക്കെ മനസ്സിൽ താരന്തെന്ന് കേട്ട പോസിറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. അതാ താരന്ത്. ആരോഗ്യമോ സൗന്ദര്യമോ ധനമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ നല്ല ജോലിയോ നല്ല ഇടവകയോ നല്ല ഡയസിസോ എന്ന് വേണ്ട ഫിസിക്കലി നല്ലത് അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ നമുക്ക് ധാരാളം കിട്ടുന്ന, ഭൗതിക സുഖങ്ങൾ നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള ബ്ലെസ്സിങ്സ് ആണ് സാധാരണ താലന്തുകളായിട്ട് നമ്മളെല്ലാം വ്യാഖ്യാനിക്കുന്നത്. അല്ല, എൻ്റെ ഒരു എളിയ ചിന്തയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വേദനകളെയും താലന്തുകളായിട്ട് നമുക്ക് എണ്ണണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, കഷ്ടതകൾ, ദാരിദ്ര്യം, കുടുംബജീവിതത്തിലെ സഹിക്കാൻ വയ്യാത്ത പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേദനകൾ, മക്കളെ വളർത്തിയെടുത്ത്, പ്രത്യേകിച്ച് ഇവിടുത്തെ സിറ്റുവേഷനിൽ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുത്തു, അവർ മുതിർന്ന് ജോലിയായി കഴിഞ്ഞാൽ അവരിൽ എത്ര ആളുകളും നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതേക്കുറിച്ച് ഇപ്പോഴേ ആകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ചുരുക്കത്തിൽ ജീവിതത്തിൽ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എന്തെല്ലാം തരത്തിലുള്ള നൊമ്പരങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് നേരിടാനായിട്ടുണ്ട്. എൻ്റെ ലളിതമായ ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കേണ്ടിയിരിക്കുന്ന കഷ്ടതകളെ കൂടെ താലന്തുകളായി കണ്ടുകൂടാ? എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്നുള്ളത് ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെച്ചതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ ചിന്തിച്ചതിൻ്റെ റാഷണാലിറ്റി മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ആദ്യം ഇത്ര ഓർത്തിരിക്കുക, താലന്തുകൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ലൈഫിൽ കിട്ടുന്ന, ഭൗതിക ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ തന്നെയല്ല. നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരിക്കുന്ന ദുഃഖവും പ്രയാസവും ദുരിതവും കഷ്ടതയും രോഗവും നൊമ്പരവും എല്ലാം താലന്തുകളാണെന്നുള്ള ഒരു കൺവിക്ഷൻ നമുക്കുണ്ടാകും. ഇനി നമുക്ക് ഈ 3 ദാസരെ കുറിച്ചും ഈ താലന്തുകളെ അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ കുറിച്ചും ചിന്തിക്കും. ദീർഘ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഈ യജമാനൻ തിരിച്ചെത്തി. അയാളെ ഓരോരുത്തരെ വിളിച്ച് കണക്ക് ചോദിക്കുകയാണ്. 5 താലന്ത് വിളിച്ച് കൊടുത്ത ആ ദാസൻ വന്നു. അദ്ദേഹം വേറെ 5 താലന്ത് ഉള്ളതുകൊണ്ട് സമ്പാദിച്ചു. എന്നിട്ട് പറയുകയാണ്, യജമാനനെ, നീ എനിക്ക് 5 താലന്തല്ലേ നൽകിയത്, ഇതാ ഞാൻ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് വേറെ 5 കൂടെ നിനക്കായി നേടിയിരിക്കുന്നു. വേറെ 5 കൂടി നിനക്കായി നേടിയിരിക്കുന്നു. ഇതാ 10 താലന്തുകൾ. എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആ യജമാനനുണ്ടായത്. 5 താലന്ത് അധികം കിട്ടിയത് കൊണ്ട് ഒരു അത്യാഗ്രഹി ആയതുകൊണ്ടാണെന്നും ധരിക്കരുത്. അദ്ദേഹം പറഞ്ഞത് എന്താ? ആ യജമാനന്റെ മറുപടി എന്താണ്? അല്ലെങ്കിൽ ഈ ദാസന് കിട്ടിയ റിവാർഡ് എന്താ യഥാർത്ഥത്തിൽ? ഈ 5 താലന്ത് കിട്ടിയല്ലോ, ഒരു കാര്യം ചെയ്യും, എൻ്റെ 5 നീ തിരിച്ചെടുക്കും എന്നാണോ പറഞ്ഞത്? പറഞ്ഞില്ല. പറഞ്ഞത്, നല്ലവനെ വിശ്വസ്തനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കും. കം എൻ്റർ ഇൻടു ദ ജോയ് ഓഫ് യുവർ മാസ്റ്റർ. അതാണ് റിവാർഡ്. വരിക, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് റിവാർഡ്. അല്ലാതെ 10 താലന്ത് കിട്ടി 5 നീ എടുത്തോ, 5 എനിക്ക് തന്നേരെ എന്നല്ല. ഭൗതിക സുഖങ്ങൾ ധാരാളം ആർജിക്കാൻ സാധിച്ചു എന്നുള്ളതല്ല. ഹൗ ടു എൻ്റർ ഇൻടു ദ ജോയ് ഓഫ് ദ മാസ്റ്റർ. ഇതാണ് താലന്തുകളുടെ വിനിയോഗത്തിന്റെ അർത്ഥം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി. If you want to enter into the joy of the master, sometimes you have to face certain difficulties and painful experiences in your life. ചിലപ്പോഴെങ്കിലും യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നൊമ്പരങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും
ദുരിതങ്ങളിലൂടെയും പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ that is the rationale behind my argument that even painful experiences in our lives is also a talent. ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവങ്ങളെ പോലും താലന്തുകളായി കാണണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പിറകിലെ റാഷണൽ അതാണ്. അതായത് താലന്തുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹൗ ടു ഗ്യാദർ, അല്ലെങ്കിൽ എങ്ങനെ ഒരുപാട് ഭൗതിക സുഖസൗകര്യങ്ങൾ ആർജിച്ചെടുക്കാമെന്നുള്ളതല്ല. അതല്ല യജമാനൻ തരുന്നത്. മറിച്ച് യജമാനൻ്റെ സന്തോഷത്തിൻ്റെ കൂട്ടവകാശികളാവുക. ഇൻഹെറിറ്റ് ദ ജോയ് ഓഫ് ദ മാസ്റ്റർ. ഇതാ താലന്തുകളുടെ ഉദ്ദേശം. എന്നെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വാഴിച്ച് ആ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ട കൃപാവരങ്ങൾ പിതാക്കന്മാരിലൂടെ ബലഹീനനായ ഈ മൺകൂടാരത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ മൺകൂടാരത്തിന് സുഷിരങ്ങളൊന്നും വീഴാതെ ആ നൽകിയ കൃപാവരങ്ങളെ വേണ്ടതുപോലെ വിനിയോഗിച്ചാൽ എനിക്ക് കിട്ടുന്നത് എന്താ? ഞാനിവിടെ ചെന്നാലും സ്ഥാനമാനം കിട്ടുമെന്നുള്ളതാണോ? അമേരിക്കയിൽ വന്നാൽ കുറേ ഡോളർ വാങ്ങിക്കൊണ്ട് പോകാം എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഭൗതികമായിട്ട് വലിയ അരമനയിൽ കഴിയാമെന്നുള്ളതാണോ? അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പായ കൊള്ളാം, നല്ലൊരു തിരുമേനി എന്നുള്ള നല്ല വാക്ക് കേൾക്കുകയാണോ? അല്ല. എന്തിനെനിക്ക് ഈ നന്മരം തോന്നും? ഞാൻ യജമാനൻ്റെ സന്തോഷത്തിൻ്റെ കൂട്ടവകാശിയാകണമെങ്കിൽ ഈ താലന്ത് എനിക്ക് നൽകിയെങ്കിലേ, അല്ലെങ്കിൽ ഈ താലന്തിനെ ഞാൻ വിനിയോഗിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. മേൽപ്പട്ടക്കാരൻ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് താലന്തുകൾ എന്നെ ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാതെ ഒരു വൈദികന്റെ തലത്തിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ I never enter into the joy of the master. അത്രയും ഞാൻ ചെയ്യുന്നുള്ളെങ്കിൽ ഒരിക്കലും യജമാനൻ്റെ സന്തോഷത്തിൽ ഞാൻ പ്രവേശിക്കുകയില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു വൈദികനെ അടുത്ത നൽവരങ്ങൾ എനിക്ക് നൽകിയാൽ മതിയായിരുന്നു. അതുപോലെ സാധാരണ ജനങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്നും വ്യത്യസ്തരായി ഈ രണ്ട് വൈദിക സഹോദരങ്ങൾക്ക് പൗരോഹിത്യം നൽകിയിരിക്കുന്നു. എന്തിന്? പൗരോഹിത്യ ശുശ്രൂഷയുടെ അർത്ഥവത്തായ വിനിയോഗത്തിലൂടെ ആ താലന്തുകളെ ശരിയായി വിനിയോഗിക്കുമ്പോഴാണ് യജമാനൻ്റെ സന്തോഷത്തിൻ്റെ അവകാശികളാകാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. ആ പൗരോഹിത്യ ശുശ്രൂഷയിൽ എന്തെല്ലാം വേദനകൾ, എന്തെല്ലാം നിന്ന്, ഏതെല്ലാം പരിഹാസങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഏതെല്ലാം ഭൗതിക സുഖങ്ങൾ എല്ലാം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം. ഇതുവരെ നിങ്ങൾ കടന്നുപോയ സഞ്ചരിച്ച പാതകളിൽ ഒരുപാട് സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു, തർക്കമില്ല. എന്നാൽ അതേ അളവിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേദനകൾ എത്രയുണ്ടായിട്ടുണ്ട്. ദുഃഖകരമായ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ കടന്നു പോകും. അവിടെ പതറാതെ ചിന്തിക്കേണ്ടത്, റിയലൈസ് ചെയ്യേണ്ടത്, ഇതും എനിക്ക് നൽകിയിരിക്കുന്ന താലന്താണ്. ഈ താലന്ത് കൂടെ വഹിക്കാനാണ്, അല്ലെങ്കിൽ ഈ താലന്ത് കൂടെ ഞാൻ അർത്ഥവത്തായിട്ട് വിനിയോഗിച്ചെങ്കിലേ എനിക്ക് യജമാനൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ താലന്തുകളെ ശരിയായിട്ട് വിനിയോഗം ചെയ്യണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ അവെയർനെസ് എന്താണത്? ആ വലിയ അവെയർനെസ് എന്ന് പറയുന്നത് ദി ഡിവൈൻ പ്ലാൻ ബിഹൈൻഡ് ഈച്ച് ആൻഡ് എവറി ടാലന്റ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി അത് ഒന്നേ ഉള്ളൂ. ഒരു പദ്ധതി അല്ലാതെ രണ്ടില്ല. ആ പദ്ധതിയാണ് യജമാനൻ്റെ സന്തോഷത്തിൻ്റെ അവകാശിയാക്കി തീർക്കുക. 2 താലന്ത് കിട്ടിയയാൾ വീണ്ടും 2 കൂടെ നേടി. അദ്ദേഹം ചെയ്തതെന്താ? അയാൾ വന്നു, അയാൾ ചോദിച്ചു, യജമാനനെ 2 താലന്തല്ലേ നീ എനിക്ക് നൽകിയത്? ഇതാ വേറെ 2 കൂടെ ഞാൻ നേടിയിരിക്കുന്നു. ഈ 5 താലന്തിനെ 10
10 താലന്താക്കിയ ആ ദാസന് കൊടുത്ത സെയിം റിവാർഡ്, അതേ വാക്കുകളാണ് 2 താലന്ത് 4 ആക്കിയവനോടും പറയുന്നത്, അല്ലെങ്കിൽ അവനും നൽകുന്നതും. അവനോടും പറഞ്ഞത്, നല്ലവനെ വിശ്വസ്തനായി, നീ അല്പത്തിന് വിശ്വസ്തനായി, അധികത്തിന് ഞാൻ തന്നെ അധികാരിയാക്കും. വരിക, യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ 5 താലന്ത് കിട്ടിയാണോ 2 താലന്ത് കിട്ടിയാണോ അവര് എത്ര താലന്തുകൾ നേടി എന്നുള്ളതല്ല. ഒരാൾ 5 അധികം വാങ്ങി, ഒരാൾ 2 അധികം നേടി. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ 100% ആണ് എന്ന് പറഞ്ഞാൽ അവർക്കതുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ ടാലന്റ് വിത്തിൻ ഗിവൺ ടൈം. അതെന്തുകൊണ്ട്? they realized the divine plan behind giving these talents. തങ്ങൾക്ക് എന്തിനാണ് യജമാനൻ ഈ താലന്തുകൾ നൽകിയിരിക്കുന്നത്? ആ തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. അത് അവൻ്റെ സന്തോഷത്തിൻ്റെ കൂട്ടവകാശികൾ ആകുക എന്ന ഒരേ ഒരു പദ്ധതിയാണ്, അതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ആ ഒരേ ഒരു പദ്ധതി തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചതുകൊണ്ട് അവർ യജമാനൻ്റെ സന്തോഷത്തിൻ്റെ അവകാശികളായി തീർന്നു. വീണ്ടും രണ്ടാമത്തെ മറ്റൊരു കാരണം, 5 താലന്തിനെ 10 ആക്കിയവനും 2 താലന്തിനെ 4 ആക്കിയവനും, ഈ 2 ദാസരിലും കണ്ട മറ്റൊരു സവിശേഷത, അവർക്ക് കിട്ടിയ താലന്തുകളുടെ അതിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ അവർ നന്നായിട്ട് റിയലൈസ് ചെയ്ത ആളുകളാണ്. ഈ താലന്ത് ഒന്നിനും കൊള്ളാത്തതാണെന്ന് അവർ ധരിച്ചില്ല. ഈ താലന്ത് അതുകൊണ്ടൊരു ഫലവുമില്ല എന്നവർ പറഞ്ഞില്ല, മറിച്ച് അതുകൊണ്ട് വ്യാപാരം ചെയ്തു. ചുരുക്കത്തിൽ they realized the value of the talent. അവർക്ക് നൽകിയ താലന്തുകളുടെ വാല്യൂ എത്രയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ വ്യാപാരം ചെയ്തു, വിനിമയം ചെയ്തു. അപ്പോൾ കൂടുതൽ നേടാൻ അവർക്ക് സാധിച്ചു. നമുക്കറിയാമല്ലോ, ഈ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻസി സത്യത്തിൽ ഒരു കഷ്ണം കടലാസല്ലേ, സാധാരണ ഒരു പേപ്പർ കഷ്ണം പോലെ പീസ് ഓഫ് പേപ്പറാണ് ഏത് കറൻസി ആണെങ്കിലും ശരി. പക്ഷേ ആ കറൻസിയെ കറൻസിയാക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ സാധാരണ ഒരു കടലാസ് കഷ്ണത്തിൽ നിന്ന് ഒരു കറൻസി എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? ആ കറൻസിയിൽ ഒരു പ്രോമിസ് ഉണ്ട്. ഇന്ത്യൻ രൂപയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒരു വലിയ പ്രോമിസ്, ഐ പ്രോമിസ് എന്ന് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. ഇതിന് ഇത്ര രൂപയുടെ മൂല്യമുണ്ടെന്ന് ഞാൻ വാക്ക് തരുന്നു. അതുകൊണ്ട് നമ്മൾ ചെന്നാൽ പർച്ചേസിങ് വാല്യൂ അത് ആ സാധനത്തിനുണ്ട്. അപ്പോൾ 100,000 രൂപ എന്ന കറൻസിയുമായിട്ട് ചെന്നാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയും. ചുരുക്കത്തിൽ പർച്ചേസിങ് വാല്യൂ. ഈ പർച്ചേസിങ് വാല്യൂ തിരിച്ചറിയാത്തൊരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ 1000 രൂപ കൊടുത്താലും 10 രൂപ കൊടുത്താലും ഒരു കടലാസ് കഷ്ണം കൊടുത്താലും അവന് വലിയ വിലയൊന്നും കാണത്തില്ല. 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ നോക്കിയാൽ അവൻ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഒന്ന് കീറാൻ നോക്കും. കീറിയാൽ സന്തോഷമാണ്, കീറാൻ പറ്റിയില്ലെങ്കിൽ അവന് സങ്കടമാണ്. കീറിയാൽ അവൻ കൈകൊട്ടിച്ചിരിക്കും. കാരണം അവൻ അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എത്രയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ കറൻസി കൈ കിട്ടിയതുകൊണ്ട് തന്നെയായില്ല. റിയലൈസ് ദ വാല്യൂ ഓഫ് ഈച്ച് എവറി ടാലന്റ്. അത് നമുക്കുണ്ടാവണം. അത് രോഗമായിരിക്കും, അത് ദുഃഖമായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേദനയായിരിക്കും എന്ന് വേണ്ട. അതല്ല, ജീവിതത്തിലെ പോസിറ്റീവായിരിക്കുന്ന ബ്ലെസ്സിങ്സ് ആയിരിക്കും. എന്തായിരുന്നാലും ശരി, ഈ കറൻസിയുടെ വാല്യൂ എത്രയുണ്ടെന്നുള്ള റിയലൈസേഷൻ, ആ റിയലൈസേഷനാണ് നമ്മളെ കൂടുതൽ അധ്വാനത്തിലേക്ക് വേണ്ട ഊർജം നൽകുന്നത്, പ്രേരണ നൽകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം നമുക്കുണ്ടാകേണ്ട ഒരു കൺവിക്ഷൻ ടു റിയലൈസ് the divine plan behind the talent. Second one, to realize
the value of the talent. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ 5 കിട്ടിയവൻ അതുകൊണ്ട് 5 കൂടെ നേടി, 2 കിട്ടിയവൻ വേറെ 2 കൂടെ നേടുകയാണ്. ഇത്രയും ചുരുക്കത്തിൽ ഈ 2 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ 2 യജമാനന്മാർ ദാസന്മാരുടെയും വലിയ വിജയത്തിന് കാരണമായത്. അതുകൊണ്ട് 2 പേർക്കും കിട്ടിയ റിവാർഡ് ഒന്നാണ് യജമാനന്റെ സന്തോഷത്തിലേക്ക് വരിക എന്നുള്ളത്. ഒടുവിലത്തെ ആള് 1 താലന്ത് ആശാന് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ അത്രയേ ഉള്ളൂ കഴിവ്, കേപ്പബിലിറ്റി അത്രയേ ഉള്ളൂ. 1 താലന്ത് കൈകാര്യം ചെയ്യാനേ അവനെ കൊണ്ട് പറ്റൂ. അവൻ വന്നു യജമാനോട് പറഞ്ഞു, യജമാനനെ അവിടെ നിന്ന് എനിക്ക് 1 താലന്തല്ലേ നൽകിയത്. ശരി, ഇതാ നിന്റെ താലന്തിനോ ഒരു കേടും പറ്റിയില്ല, ഞാൻ നിന്റെ കയ്യിലോട്ട് തിരിച്ചു തരിക. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അടുത്ത സെന്റൻസ് അപ്പുറത്തേക്ക്, നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണ്, വിതറാത്തത് ശേഖരിക്കുന്നവനാണ്. തീർന്നില്ല. അങ്ങനെയുള്ളൊരു കഠിന മനുഷ്യൻ. എന്തോ ഒരു കഷ്ടമാണ്. 1 താലന്ത് കിട്ടിയ അല്ലെങ്കിൽ നൽകിയ ആ യജമാനനെ കുറിച്ചുള്ള അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവൻ, വിതറാത്തത് ശേഖരിക്കുന്നവനുമായ കഠിന മനുഷ്യനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ ആ 1 താലന്തുണ്ടല്ലോ, ഞാനത് കുഴിച്ചിട്ടു, ഒരു കുഴപ്പമുണ്ടായില്ല, നിന്റെ താലന്ത് നീ തിരിച്ചെടുത്തു കൊള്ളുക. കോപിഷ്ഠനായ യജമാനൻ പറഞ്ഞത് എന്താ? ദുഷ്ടനെ, മടിയനെ. ആ താലന്ത് നീ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ പലിശയെങ്കിലും വാങ്ങാമായിരുന്നല്ലോ. അവിടെ ആ വാക്യത്തിലൊരു സന്തോഷം ഉണ്ടെന്താന്ന് ചോദിച്ചാൽ, പണം പലിശയ്ക്ക് കൊടുക്കാവുന്ന ആകെ കഥോത്സവത്തിൽ നസറാണിക്ക് ഒരു 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 ബിബ്ലിക്കൽ ബേസിസ് ഉള്ളത് അവിടെ. ബ്ലേഡിലേക്ക് നടത്തുന്നതിലേ നമുക്ക് എന്തെങ്കിലും ഒരു പിടിയുണ്ടെങ്കിൽ ആ ഒറ്റ പിടിയേ ഉള്ളൂ. നീ ഇത് പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ പലിശയെങ്കിലും കിട്ടുമായിരുന്നല്ലോ എന്നുള്ള ആ വാക്യം. ഏതായിരുന്നാലും അവന് കിട്ടിയ ഫലം എന്താ? പ്രതിഫലം എന്താണ്? അവൻ്റെ റിവാർഡ് എന്താണ്? ഇവനെ പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. അവനിൽ നിന്ന് ആ 1 താലന്ത് വാങ്ങിച്ച് 10 ഉള്ളവന് അത് കൊടുക്കുക. ഇവനെ പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. വളരെ വളരെ ആഴമായ അർത്ഥം ആ വാക്യങ്ങളുടെ പിറകിലുണ്ട്. അതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ 1 താലന്ത് കൊണ്ട് ഒരു കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അതുകൊണ്ട് ചെയ്യാൻ തയ്യാറാകാതെ പോയത്? That is only because of his wrong understanding about his master. യജമാനനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. യജമാനനെ കുറിച്ച് ആദ്യത്തെ 2 ആളുകൾക്കില്ലാത്ത ചില ധാരണ പിശകുകൾ ഈ ഒടുവിലത്തെ ആളിനുണ്ടായി. അവൻ പറയുകയാണ്, നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവൻ, വിതറാത്തത് ശേഖരിക്കുന്നവൻ. അങ്ങനെയുള്ള കഠിന മനുഷ്യൻ, കഠിന ഹൃദയം, എന്തോ ഒരു അക്രമമാവും. 1 താലന്തെങ്കിലും നമ്മുടെ കയ്യിൽ തരാൻ മനസ്സ് കാണിച്ച് യജമാനൻ എത്ര നല്ലവനാണെന്നല്ലേ നമ്മൾ ധരിക്കേണ്ടത്. ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് 1 താലന്തെങ്കിലും നമുക്ക് കിട്ടുന്നെങ്കിൽ. അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനേക്കാൾ ഒരു ചെറിയ അവസരം കിട്ടുന്നതല്ലേ നല്ലത്. എല്ലാവർക്കും അവസരങ്ങൾ ധാരാളം കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരവസരമെങ്കിലും ജീവിതത്തിൽ കിട്ടുന്നത്. കാരണം ആ ഒരവസരമാണ് ഒരു പക്ഷേ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് കടക്കാൻ കാരണമായി തീരുന്നത്. അങ്ങോട്ടുള്ള വഴി വെട്ടുന്നത് ആ ഒരവസരമായിരിക്കും. ആ ഒരു തിരിച്ചറിവ് ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയി. എന്നിട്ട് അതിൻ്റെ പഴി മുഴുവൻ ആരുടെ മക്കന്? യജമാനൻ്റെ മണ്ടയിലിട്ടു. നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവനും വിതറാത്തത് ശേഖരിക്കുന്നവനുമായ കഠിന മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഇതാ നിന്റെ താലന്ത് നീ തിരിച്ചു വാങ്ങിക്കൊടുക്കുക. മറുപടി കിട്ടി, ദുഷ്ടനെ, മടിയനെ. പ്രതിഫലം കിട്ടി, ഇവനെ പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. ഇത് കേൾക്കുമ്പോൾ നമ്മളെന്താ ധരിക്കുന്നത്? അവരേതാണ്ട് വെളിച്ചമുള്ള പള്ളിക്കകത്തോ ഒരു മുറിക്കകത്തോ ഇരിക്കുകയായിരുന്നെന്നും ബാക്കി വെളിയിലുള്ള ഇരുട്ടാണെന്ന് വേണം. അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഹൃദയത്തിൽ വെളിച്ചമില്ലാത്തതിന്, ഹൃദയത്തിൽ അന്തരംഗത്തിൽ
പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഇല്ലാത്തവൻ്റെ പുറം ലോകം ഇരുട്ടാണ്. അതുകൊണ്ട് വെളിച്ചം ഉണ്ടാകേണ്ടത് ബാഹ്യലോകത്തല്ല, മറിച്ച് അന്തരംഗത്തിലാണ്. If you have light in your heart, in your inner being, then you can see light everywhere. In your surroundings, wherever it may be, എവിടെയായിരുന്നാലും അവിടെ വെളിച്ചത്തിൻ്റെ കിരണങ്ങൾ കാണാൻ സാധിക്കും. അത് രോഗമാണെങ്കിലും, മരണക്കിടക്കയിലാണെങ്കിലും, ക്യാൻസർ ബാധിച്ചാലും, അതിലും വലിയ രോഗം ബാധിച്ചാലും, ഹൃദയത്തിൽ വെളിച്ചമുണ്ടെങ്കിൽ, അന്തരംഗത്തിൽ വെളിച്ചമുണ്ടെങ്കിൽ, അവൻ്റെ ഭൗതിക ലോകം, അവൻ്റെ ആവരണമാകുന്ന ലോകം, ആ ലോകത്തിരുട്ടാണെങ്കിലും അവന് വെളിച്ചം കാണാൻ സാധിക്കും. എന്നാൽ ഉള്ളിൽ വെളിച്ചമില്ലാത്തവന് അവൻ്റെ പുറത്ത്, അവന് വെളിയിൽ, പുറം ലോകത്ത് 1000 സൂര്യൻ ഒന്നിച്ച് ഉദിച്ചാലും അവൻ്റെ ലോകം ഇരുട്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു വലിയ പരമാർത്ഥമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വെളിച്ചമുണ്ടാകേണ്ടത് പുറം ലോകത്തിലല്ല, നമ്മുടെ അന്തരംഗത്തിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന താഴ്വര മരണത്തിൻ്റെ താഴ്വരയാണെങ്കിലും കണ്ണുനീരിൻ്റെ താഴ്വരയാണെങ്കിലും ദാവീദ് പറയുകയാണ്, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വെളിച്ചമാണ്, എൻ്റെ കാലുകൾക്ക് വെളിച്ചമാണ്. ഞാൻ കടന്നു പോകുന്നത് കൂരരുകൾ താഴ്വരയിൽ കൂടിയാണെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നു, കാരണം നീ ലോകത്തിൻ്റെ വെളിച്ചം തന്നെയാണ്. അപ്പോൾ ഹൃദയത്തിൽ, അന്തരംഗത്തിൽ വെളിച്ചം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ താലന്തുകളെ ശരിയായി വിനിയോഗിക്കുന്നതിന് നമുക്ക് വേണ്ട ട്രെയിനിങ്. ആ വെളിച്ചം നമുക്ക് അന്തരംഗത്തിലുണ്ടെങ്കിൽ നമ്മുടെ ബാഹ്യലോകം അഥവാ ഇരുട്ട് നിറഞ്ഞതാണെങ്കിലും, രോഗത്തിൻ്റെ ഇരുട്ടായിരിക്കാം, അസമാധാനത്തിൻ്റെ ഇരുട്ടായിരിക്കാം, ദാരിദ്ര്യത്തിൻ്റെ ഇരുട്ടായിരിക്കാം, ബാഹ്യലോകത്ത് ഇരുട്ടാണെങ്കിലും ഹൃദയത്തിൽ വെളിച്ചമുണ്ടെങ്കിൽ ആ ഇരുണ്ട ലോകത്തും പ്രകാശ വീജികൾ, കിരണങ്ങളെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. താലന്തുകൾ എത്രയോ നമുക്ക് നൽകിയിരിക്കുന്നു. എത്ര താലന്തുകൾ കിട്ടി എന്നുള്ളതല്ല, എത്ര അവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ബോധത്തിൽ ഉണ്ടായിരിക്കേണ്ട 2-3 ചിന്തകൾ. ഒന്ന്, ഈ താലന്തുകൾ നൽകിയിരിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം യജമാനൻ്റെ സന്തോഷത്തിൽ അവകാശിയായി തീരുക എന്നുള്ളതാണ്. 2, താലന്തുകളുടെ സാധ്യത, അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം എത്രയുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലേ അതുകൊണ്ട് വിനിമയം ചെയ്യുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. 3, അന്തരംഗത്തിൽ വെളിച്ചമുള്ളവനെ കൊണ്ടേ പുറം ലോകം ഇരുട്ടാണെങ്കിലും ആ ഇരുടിലും പ്രകാശിക്കുന്ന വെളിച്ചത്തിൻ്റെ കിരണങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇതിന് എല്ലാറ്റിനും വേണ്ടിയിരിക്കുന്നത് എന്താണ്? എല്ലാറ്റിനും വേണ്ടിയിരിക്കുന്നത് ആ യജമാനെ കുറിച്ചുള്ള കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് മാസ്റ്റർ. ആ യജമാനെ കുറിച്ച് നല്ല ധാരണ വെച്ച് വളർത്തുക. അവൻ വിതയ്ക്കാത്തത് കൊയ്യുന്നവനല്ല, വിതറാത്തത് ശേഖരിക്കുന്നവനല്ല, കഠിന മനുഷ്യനല്ല, മറിച്ച് ശൂന്യതയിൽ ഏതൻ തോട്ടം നിർമ്മിച്ചവനാണ്. ശൂന്യതയിൽ ഏതൻ തോട്ടം നിർമ്മിച്ചവനാണ്. കാർമേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികളെ ധാരാളം നമുക്കായിട്ട് പൊഴിച്ചു തരുന്നവനാണ്. നാം ചോദിക്കാത്ത തന്നെ വെളിച്ചവും പ്രകാശവും എല്ലാം നമുക്ക് നൽകുന്നവനാണ്. അവൻ വിതറാത്തത് കൊയ്യുന്നവനല്ല, വിതറാത്തത് ശേഖരിക്കുന്നവനല്ല, വിതയ്ക്കാത്തത് കൊയ്യുന്നവനല്ല, മറിച്ച് അവനുള്ളതെന്താണ്? അവൻ സ്നേഹമാണ്. അവൻ സ്നേഹമാണ്. ലവ് ടുവേഴ്സ് ഹിസ് ക്രിയേഷൻ വിതൗട്ട് എനി കണ്ടീഷൻ. യാതൊരു വ്യവസ്ഥയില്ലാതെ അൺകണ്ടീഷണൽ ലവ് ടുവേഴ്സ് ഹിസ് ക്രിയേഷൻ. അതാണ് ദൈവത്തിൻ്റെ പ്രകൃതം. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ രോഗം എൻ്റെ താലന്താണെങ്കിൽ, എൻ്റെ ദാരിദ്ര്യം എൻ്റെ താലന്താണെങ്കിൽ, എൻ്റെ മക്കളെ കുറിച്ചുള്ള വേദന എൻ്റെ താലന്താണെങ്കിൽ,
ലോകത്ത് ഇരുട്ട് വരുത്തുന്നു എന്നെനിക്ക് തോന്നിയാലും അവിടെ ഹൃദയത്തിൽ പ്രകാശത്തിൻ്റെ വലിയ വിജികൾ 1000 സൂര്യൻ ഹൃദയത്തിൽ ഉദിക്കുന്നത് പോലെയോ അന്ധകാരത്തിൽ ആകാശമേഘങ്ങളിൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങൾ കണക്കും പ്രകാശിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് കിട്ടിയ താലന്തുകളെ, അത് രോഗമാണെങ്കിലും സന്തോഷമാണെങ്കിലും, ജീവിതത്തിലെ ഉന്നത ഭാവങ്ങളാണെങ്കിലും, അതല്ല വളരെ താഴ്ന്ന വേദനയുടെ അനുഭവങ്ങളാണെങ്കിലും, ഇതെല്ലാം താലന്തുകളാണെന്ന തിരിച്ചറിവോടെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്ത് യജമാനൻ്റെ സന്തോഷത്തിന് ഓഹരിക്കാരാകാം, അവകാശികളാകാം എന്ന് ചിന്തിക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആയതിന് താലന്തുകളെ വേണ്ടതുപോലെ വിനിയോഗിക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം വാഴ്ത്തി